ഭാഷാസിദ്ധാന്തങ്ങളുടെയും മണ്ഡലങ്ങളിലെ അന്വേഷണങ്ങൾക്കപ്പുറം സമൂഹത്തെ പുണരുന്ന ഒരു ക്രിയാത്മക വ്യക്തിത്വവും അദ്ദേഹത്തിനുണ്ട്. അടിയന്തരാവസ്ഥയുടെ കാലഘട്ടങ്ങളിൽ അദ്ദേഹം ഭരണകൂടത്തോടുള്ള വിയോജിപ്പ് പ്രവൃത്തിയിലൂടെ രേഖപ്പെടുത്തുന്നു. മുഖ്യധാര മാർക്സിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ പാതയിൽ നിന്നും വ്യതിചലിക്കുകയും പുത്തൻ ഇടതുപക്ഷത്തോട് കക്ഷിരാഷ്ട്രീയപരമായി ചായ്വ് പുലർത്തുകയും ചെയ്യുന്നു. പുന്നപ്ര വയലാറിൻ്റെയും ശൂരനാട് കലാപത്തിൻ്റെയും പശ്ചാത്തലത്തിലെ ബാല്യസ്മൃതികളും വൈജ്ഞാനികാന്വേഷണത്തിൻ്റെ ത്വരയും കരുപ്പിടിപ്പിച്ച ഉറപ്പുള്ള ദാർശനിക വ്യക്തിത്വമാണ് രാജീവൻ്റേത്. ഞാൻ ജനിച്ചു വളർന്നതൊക്കെ ഈ പിന്നെ കായംകുളത്തിന് പടിഞ്ഞാറുള്ള ഒരു കടൽ തീരത്തുള്ള ഒരു ഗ്രാമത്തിലാണ്. കായലിനും കടലിനും ഇടയിലുള്ള വളരെ ചെറിയൊരു ആറാട്ടുപുഴ വില്ലേജ് എന്ന് പറയുന്നൊരു ചെറിയ സ്ഥലമാണ്. ഒരു തുരുത്താണ്. ആ തുരുത്തിൽ അവിടെ വളരെ ഇന്നത്തെ നോക്കുമ്പോൾ വളരെ പിന്നോക്കാവസ്ഥയിലുള്ള ഒരു ഇതാണ്. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് അവിടെ ഒരു പ്രബുദ്ധത, വളരെ പിന്നോക്കാവസ്ഥയിൽ നിന്നൊരു പ്രബുദ്ധത പെട്ടെന്ന് വന്നു ചേർന്നുണ്ടായി. കാരണം എൻ്റെ കുട്ടിക്കാലം ഞാൻ ജനിച്ച ആ കാലം എന്ന് വെച്ചാൽ ഇപ്പോൾ 46 എന്ന് പറയുമ്പം തൊട്ടടുത്താണ് പുന്നപ്ര വയലാർ സമരം നടക്കുന്നത്. കുറച്ച് കിഴക്കോട്ട് മാറിയിട്ട് വള്ളികുന്നം സമരം. ഈ തിരുവിതാംകൂറിലെ രണ്ട് വലിയ രാഷ്ട്രീയ കലാപങ്ങളുടെ സന്ദർഭത്തിലാണ്. അന്ന് ഈ രണ്ട് രാഷ്ട്രീയ കലാപത്തിലും പെട്ട കമ്മ്യൂണിസ്റ്റുകാർ, അത് ശങ്കരാനന്ദ തമ്പി, തോപ്പിൽ ഭാസി മുതൽ പുതുപ്പള്ളി രാഘവൻ മുതൽക്കുള്ള ഒട്ടേറെ നമ്മുടെ പ്രശസ്തരായിട്ടുള്ള മധ്യ തിരുവിതാംകൂറിലെ എല്ലാ കമ്മ്യൂണിസ്റ്റുകളും, അങ്ങനെ ആ കമ്മ്യൂണിസ്റ്റുകളുടെ ഒരു ഒളിത്താവള സ്ഥലമായിരുന്നു ഞങ്ങളുടേത്. സ്വാഭാവികമായിട്ട് എൻ്റെ അച്ഛനും ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ പ്രവർത്തകനായിട്ട് മാറുകയും അക്കാലത്ത് എൻ്റെ വീട്ടിലൊക്കെ, ഞങ്ങളുടെ നാട്ടിലെ ഒരു വീട് എന്ന നിലയിൽ ആ വീട്ടിൽ ഒരു ഒളിത്താവളമായിട്ട് മാറുകയും ചെയ്യുകയുണ്ടായി. അങ്ങനെ എനിക്ക് ഓർമ്മ വെച്ച കാലം ആയപ്പോഴേക്കും അവിടെ ഒരു ജീവിതത്തിൻ്റെ സാധാരണ ഗ്രാമജീവിതത്തിലെ പഴയ തരത്തിലുള്ള പിന്നോക്കാവസ്ഥയൊക്കെ ഒരു ബോധമണ്ഡലത്തിൽ ഒരു സോഷ്യലിസത്തിൻ്റെയും കമ്മ്യൂണിസത്തിൻ്റെയൊക്കെ ഒരു ശക്തി കടന്നു വരികയും സമത്വത്തെയും അവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ചുള്ള ബോധവാന്മാരായിട്ടുള്ള ആളുകളൊക്കെ നിറയുകയൊക്കെ ചെയ്തൊരു കാലമാണ്. എൻ്റെ ഒരു ചെറുപ്പകാലം, ബാല്യകാലം എന്ന് കടക്കുന്ന വെച്ചാൽ അവിടെ ഈ സോഷ്യലിസ്റ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കലാകാരന്മാർ വലിയ KPSCക്ക് തൊട്ട് മുമ്പുള്ള നാടക സംഘം ആരംഭിക്കുന്നത് ഞങ്ങളുടെ പ്രദേശത്താണ്. പഴയ തരത്തിലുള്ള സംഗീത നാടകവും പഴയ സംഗീത നാടകത്തിനും ആധുനിക നാടകത്തിനും ഇടയിലുള്ള ഒരു ട്രാൻസിഷണൽ ഡ്രാമ ഫോംസ് ഒക്കെ ആരംഭിക്കുന്നുണ്ട് അവിടെ. അക്കാലത്ത് എൻ്റെ അച്ഛനൊക്കെ അന്ന് അതിൻ്റെ നടന്മാരും അതിൻ്റെ ആൾക്കാരും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഒരുപാടേറെ കലാകാരന്മാർ. ആദ്യകാലത്ത് ഇതുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ ഉണ്ട്. അതാണ് എൻ്റെ വീട്ടിലായിരുന്നു അന്ന് നാടക ക്യാമ്പൊക്കെ തന്നെ ഇതിൻ്റെയൊക്കെ നടത്തുന്നത്. പിന്നെ അങ്ങനെ രാഷ്ട്രീയവും കലയും തമ്മിലുള്ള ഒരു വലിയ ഒരു കൂടിക്കുഴലിൻ്റെ ഇതായ സജീവമായ ഒരു അന്തരീക്ഷത്തിലാണ് എൻ്റെ ബാല്യം കടന്നു പോകുന്നത്. ഒരു ഡയലോഗ് എന്നൊക്കെ ഇംഗ്ലീഷിൽ. അതെ, അങ്ങനെ അതിലൂടെയാണ് കടന്നു പോകുന്നത്. ചെറുപ്പത്തിലെ തന്നെ ഞങ്ങളുടെ വീട്ടിലൊക്കെയുള്ള ഈ എല്ലാവരും ഈ സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും വിപ്ലവകാരികളും ഒക്കെ നിറഞ്ഞൊരു അന്തരീക്ഷം വന്നുകൊണ്ട് അതുകൊണ്ട് മതത്തിൻ്റെതായ അംശങ്ങളൊക്കെ പോയിരുന്നു. ഗ്രാമത്തിലുള്ള ക്ഷേത്രങ്ങളിലെ ഉത്സവവും മറ്റുമൊക്കെ ഉണ്ടാവും. പിന്നെ ആചാരങ്ങളൊക്കെ ചിലതൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഈ പൊങ്കാല പോലൊക്കെയുള്ള ചിലതൊക്കെ ഉണ്ടാവും. എന്നുള്ളതല്ലാതെ ഈ ഒരു ദൈവവിശ്വാസം എന്ന് പറയുന്നത് പതുക്കെ അങ്ങനെ മാഞ്ഞു പോയിക്കൊണ്ടിരുന്നു. മനുഷ്യനിലുള്ള വിശ്വാസം വർദ്ധിക്കുക, അത് സോഷ്യലിസത്തിലും സമത്വത്തിലുമൊക്കെയുള്ള, അങ്ങനെ ഡെമോക്രസിയിലൊക്കെയുള്ള ബോധ്യം, പൊളിറ്റിക്കലായിട്ടുള്ള ഐഡിയാസാണ് അതിന് പകരം വന്നത്. ഈ ദൈവസങ്കല്പങ്ങളൊക്കെ പതുക്കെ അങ്ങനെ തേഞ്ഞു മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒരു ആഘാതം മനസ്സിൽ, അതാണ് എൻ്റെ ഫിലോസഫിക്കൽ എൻക്വയറിയുടെ കാരണം. തുടക്കം ദൈവത്തിലുള്ള വിശ്വാസം പഴയ മതവിശ്വാസത്തിൽ നഷ്ടപ്പെടുമ്പോൾ ഈ രാഷ്ട്രീയ ആശയങ്ങളുടെ അതിപ്രസരം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഇതിനെ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ക്രൈസിസ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഉണ്ടാവും, പ്രതിസന്ധി. ആ ക്രൈസിസ് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ഇങ്ങനെ ഒരു ഫിലോസഫിയിലുള്ള താല്പര്യം എനിക്ക് വരുന്നത്. അപ്പോൾ ഫിലോസഫി കൂടാണ് ഞാൻ ഇതിനെ ബാലൻസ് ചെയ്യാനുള്ള. അങ്ങനെ ഒരേ സമയം പൊളിറ്റിക്സിനെയും ഫിലോസഫിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന, അതുപോലെ തന്നെ നിത്യജീവിതത്തിലെ ഇമോഷണലായിട്ടുള്ള കല പോലുള്ള ഇമോഷണലായിട്ടുള്ള മേഖലയെയും ഇൻ്റലക്ച്വലായ ബുദ്ധിപരമായ മേഖലയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു അന്വേഷണം എന്ന് പറയുന്നത് അങ്ങനെയാണ് തുടങ്ങുന്നത്.